ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സിയുടെ ഒരു ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡ്സ്മാൻ സ്മിത്തി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവ് ആയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ വേക്കൻസീസിൽ ചെറിയ ചെറിയ അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു RTI ഒക്കെ ഫയൽ ചെയ്തു. RTI ഫയൽ ചെയ്തതിൽ നിന്ന് മനസ്സിലായത് 23 വേക്കൻസീസ് ആണ് ഇപ്പൊ നിലവിൽ കേരള PSC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് ആണ്. കാരണം ഇതിന്റെ സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ എത്രയാണ്? 18 ആണ്. അതിൽ 5 പേര് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെ 13 വേക്കൻസീസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ആ 13 വേക്കൻസീസ് അതൊരു കറക്ഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് ഓൾറെഡി DTയിൽ നിന്ന് PSCക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിക്കവാറും അത് അമെന്റ് ചെയ്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ 23 വേക്കൻസി എന്ന് പറയുന്നത് 13 ആയിട്ട് ചുരുങ്ങാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം ഇത് അധികം സ്ഥലത്ത് ഇല്ലാത്ത ഒരു പോസ്റ്റാണ്. മീൻസ് എന്താ പറയാ, ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകളിലൊന്നും എന്തില്ല, ഈ സ്മിതി വർക്ക്ഷോപ്പുകൾ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. കുറെ ആയിട്ട് ഇതിന്റെ എന്ത് നടന്നിട്ടില്ല, റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ കൃത്യമായി നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിൽ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ബാക്കിയുള്ള ട്രേഡ്സ്മാൻ പരീക്ഷകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് നടന്നേക്കാം, പ്രൊമോഷൻസ് നടന്നേക്കാം. അതായത് ട്രേഡ്സ്മാൻ ആയി ജോലിയിൽ പ്രവേശിച്ച് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഒരു പ്രൊമോഷൻ ഗേറ്റ് വേ നമുക്ക് അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ട്രേഡ് ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഒരു RTI ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൃത്യമായ റിപ്ലൈ കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ, ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഈ പറയുന്ന 13 വേക്കൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് അനുവദിച്ചിട്ടുള്ള 18 സാങ്ഷൻ സ്ട്രെങ്ത്തിൽ കുറച്ചെണ്ണം എന്തായാലും എന്തിനു പോയിരിക്കുന്നതാണ്? ബൈ ട്രാൻസ്ഫറിന് വേണ്ടി പോയിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ 13 എന്തായാലും നമുക്ക് അവിടെ കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ ഈ പ്രൊമോഷൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ലെക്ക് നമ്മുടെ കൂടെ തന്നെ ആണെങ്കിൽ, ഈ ലിസ്റ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന വേക്കൻസീസ് വീണ്ടും, അതിന്റെ ഒരു പകുതിയോളം വേക്കൻസീസ് വീണ്ടും റിപ്പോർട്ടഡ് ആവാനുള്ള പ്രോബിലിറ്റി നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ഇതിന്റെ ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഒക്ടോബർ 10-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ട്രേഡ്സ്മാൻ സ്മിത്തി ലൈവ് ബാച്ച് നമ്മൾ 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. തുടക്കത്തിൽ നമ്മൾ വീക്ക്ലി ലൈവ് സെക്ഷൻസ് എന്ന രീതിയിൽ പോകും. അതിന്റെ കൂടെ തന്നെ റെക്കോർഡ് ക്ലാസ് അപ്ഡേറ്റ് ചെയ്യും. ഇതിന്റെ ക്ലാസ്സിന്റെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മുടെ ഈ പാക്കേജ് മുമ്പോട്ട് പോവുക. നമ്മൾ എല്ലാ കോഴ്സും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഏർലി ബേർഡ് ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പൊ പരമാവധി ഫീസ് കുറച്ച് തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇൻസ്പയർ പ്ലസ് ആപ്പ് അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നേരിട്ട് കാണാം. വേക്കൻസി കുറഞ്ഞു എന്ന് വെച്ചാൽ ആരും എന്ത് ചെയ്യണ്ട, ബോധർ ചെയ്യേണ്ട. നമുക്ക് എപ്പോഴും കൃത്യമായ ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. ഏത് പരീക്ഷ നമ്മൾ എഴുതുമ്പോഴായാലും അതിനെക്കുറിച്ചൊരു ഒരു മിനിമം നോളേജ് നമുക്ക് എന്തായാലും വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. വേക്കൻസി കുറഞ്ഞതും നിങ്ങൾ അറിയേണ്ടതാണ്, അതുകൊണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ നേരിട്ട് കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.